പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 25:4-5 വാക്യങ്ങൾ. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രീതി മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ വഴികളെ നമുക്ക് വേണ്ടി അറിയിച്ചു തരുന്ന കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ സത്യമാർഗത്തിൽ നമുക്ക് നടക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. കാരണമുണ്ട്, ഇന്ന് സത്യത്തിൻ്റെ ഹല്ലേലൂയ അതിൽ നിന്ന് മാറി ജനങ്ങളായിത്തീർന്നിരിക്കുകയാണ്. സത്യത്തിന് ഒരു വിലയുമില്ലാത്ത കാലഘട്ടത്തിൽ ആയിത്തീർന്നിരിക്കുമ്പോൾ ഇവിടെ പറയുവാണ്, സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നമുക്കും പറയാം പ്രീതി മക്കളെ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞിരിക്കുന്ന പോലെ സത്യമായ മാർഗത്തിൽ എന്നെയും നടത്തണമേ. ഹല്ലേലൂയ. ദിവസം മുഴുവനും കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ഹല്ലേലൂയ ദൈവ പൈതലിനെ സത്യം വിട്ടുമാറി നടക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മെ ഉപദേശിച്ചു തരുന്ന കർത്താവിൻ്റെ ഹല്ലേലൂയ ആ ദൈവവചനത്തിൽ നാം ആയിരിക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞ ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ്, വേണ്ടാത്ത ദൈവഗീതമില്ലാത്ത മാർഗത്തിൽ നമ്മെ ഹല്ലേലൂയ നടത്തുകയില്ല, നമുക്ക് നടക്കുവാനും കഴിയുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ വഴികളെ അറിയുവാൻ ദാവീദ് ആകാംക്ഷയോടെ കാത്തിരുന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴികളെയും പ്രവൃത്തികളെയും കുറിച്ച് നാം അറിയുന്നില്ല. അതുകൊണ്ട് ദിവസം മുഴുവൻ ദൈവത്തെ കാത്തിരിക്കുവാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ വഴികളെ അറിയുന്ന നല്ലൊരു പിതാവ്. ഹല്ലേലൂയ. നേരായ പാതയിലൂടെ നമ്മെ നടത്തുന്ന നല്ല പിതാവ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പാത പിൻപറ്റി നമുക്കായിത്തീരാം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ദൈവത്തിനായി കാത്തിരിക്കണമെങ്കിൽ പലവിധമായ ഹല്ലേലൂയ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതായത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് ഒരു ഹല്ലേലൂയ സമയം, അതായത് മറുപടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മൾ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കും, നമുക്ക് മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ല. പക്ഷേ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോഴാണ് അതിന് മറുപടി ലഭിക്കുന്നത്. നോക്കൂ, അടുത്തതായിട്ട് നോക്കുക, നമ്മൾ കാത്തിരിപ്പ് എങ്ങനെയായിരിക്കണം? ക്ഷമയോടെ കാത്തിരിക്കണം. നേരത്തെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നവരായിരിക്കണം. നോക്കൂ, ദിവസം മുഴുവനാണെങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു കാത്തിരിപ്പ്, പ്രാർത്ഥനയുടെ മറുപടി. ഇവിടെ നോക്കൂ, ക്ഷമയോടെ കാത്തിരിക്കണം. അതായത് സങ്കീർത്തനങ്ങൾ 37:7 നോക്കുമ്പോൾ, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെയിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെ കുറിച്ച് നീ മുഷിയരുത്. ഹല്ലേലൂയ. നോക്കും, ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ദുരുപയോഗം പ്രയോഗിക്കുന്ന നീതി കെട്ടവർ ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നീതിമാൻ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ദൈവം നന്മ ചെയ്യുകയും നീതി ചെയ്യുകയും നമ്മെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഹല്ലേലൂയ നാം ദൈവത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഒപ്പച്ച് നമ്മെ നടത്തും. പ്രിയ മക്കളെ, കഷ്ടതയും പ്രയാസങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ ക്ഷമയോടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് ക്ഷമയില്ലാതിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യർ ക്ഷമയ്ക്ക് വേണ്ടി അല്പസമയം പോലും ക്ഷമയോടെ കാത്തിരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിലുണ്ടല്ലോ അല്പം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പ്രിയ മക്കളെ, നോക്കൂ, സങ്കീർത്തനം 145:15 പറയുന്നു, എല്ലാവരുടെയും കണ്ണു നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, തൽസമയത്ത് നമുക്ക് ആഹാരം കിട്ടേണ്ടതിന് നാം കാത്തിരിക്കണം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതായത് അതത് തരം ആഹാരമാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു ക്ഷമയുടെ കാത്തിരിപ്പ് ആവശ്യമാണ് പ്രിയ മക്കളെ. നോക്കൂ, അടുത്തതായിട്ട് ഏകാഗ്രതയോട് കാത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ സങ്കീർത്തനം 62:5 എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ
അവങ്കിൽ നിന്ന് വരുന്നു. നോക്കൂ, ദൈവത്തെ നോക്കി മൗനമായിരിക്കണം. നമ്മുടെ മറ്റുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിനായി കാത്തിരിക്കണം. ഇന്നെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണെങ്കിലും നമ്മുടെ ചിന്തകൾ വേറെ പലതിലേക്കാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഏകാഗ്ര ഹൃദയത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. അടുത്തതായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കണം പ്രിയ മക്കളെ. സങ്കീർത്തനം 62:6, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. പാറയും രക്ഷയും ഗോപുരവും, അതുകൊണ്ട് നമ്മുടെ അപ്പച്ചൻ്റെ സന്നിധാനമായിരിക്കും, നാം കുലുങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ നമ്മുടെ വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കണം. ഹല്ലേലൂയ. 123 സങ്കീർത്തനം 2 പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം കാത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കൃപ ചെയ്യുവോളം, നമുക്ക് മറുപടി ലഭിക്കുവോളം നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഒരു മഴയുണ്ട്, ഹല്ലേലൂയ. ഒരു മറുപടിയുണ്ട്, ഹല്ലേലൂയ. നമ്മൾ വിതച്ചിട്ടുണ്ടോ അത് ഹല്ലേലൂയ ഹല്ലേലൂയ അത് മുളച്ചു വരും. പ്രിയ മക്കളെ, പ്രതീക്ഷ വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിത്ത് വിതച്ചിട്ട് ഹല്ലേലൂയ കിടന്നുറങ്ങുകയല്ല, അതിൻ്റെ ഒരു പ്രതീക്ഷ, അത് വളർന്നു വരും, അത് മുളച്ചു വരും, അതൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി പ്രതീക്ഷ കൈവിടാതെ ആയിരിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. കൃപ ചെയ്യുവോളം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, മീഖ പ്രവാചകന്റെ പുസ്തകം 7:7 പറയുന്നു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. രക്ഷയുടെ ദൈവത്തിലേക്ക് ഹല്ലേലൂയ നാം കാത്തിരിക്കണം പ്രിയ മക്കളെ. നമുക്ക് മറുപടി നൽകി തരും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അടുത്തതായിട്ട് എന്താ? നാം വാഞ്ചയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനങ്ങൾ 130:5-6 വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ ഒരു കാത്തിരിപ്പ്. രാത്രിയാവും പകൽ, ഹല്ലേലൂയ, നേരം വെളുക്കും, പിന്നെ രാത്രിയാവും നേരം വെളുക്കും. ഹല്ലേലൂയ. നമ്മളൊരു കാത്തിരിപ്പ്. ഹല്ലേലൂയ. ദിവസങ്ങൾ നമ്മൾ മറുപടിക്ക് വേണ്ടി പ്രതീക്ഷയോടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. വാഞ്ചയോടെ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ മറന്നു പോയാലും നമ്മളെ മറക്കാത്ത നല്ല അപ്പച്ചൻ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അടുത്തതായിട്ട് നോക്കൂ, ഇടവിടാതെ നാം കാത്തുകൊണ്ടിരിക്കണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12:6 പറയുന്നുണ്ട്, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഇടവിടാതെ നിരന്തരമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായി ഒരു കാത്തിരിപ്പ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ആ ഒരു കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവിനെ ആയിരിക്കും നോക്കി പാർക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഈ ദിവസങ്ങളിലായിരിക്കണം. ഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവ് ഉപദേശിച്ചു തരുന്ന, കർത്താവ് കാണിച്ചു തരുന്ന ആ പാത പിൻപറ്റി വേണം പ്രിയ മക്കളെ നാം ഓരോ ദിനവും നമ്മുടെ ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മെ ഹല്ലേലൂയ വേണ്ടാത്ത പാതകളിലേക്ക് നയിക്കുന്ന അനേക ഹല്ലേലൂയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ നാം നമ്മുടെ ദൈവ വഴി വിട്ട് ഒരിക്കലും മാറിപ്പോകരുത്. കർത്താവിൻ്റെ പാത പിൻപറ്റുന്നവരായി ദിവസം മുഴുവനും കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറുന്നവരായി തീരണം. കർത്താവിൽ പ്രത്യാശ വെക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. യഹോവ തന്നെ നമ്മുടെ ഹല്ലേലൂയ ദയയായി കർത്താവ് വെച്ച് നമുക്ക് മറുപടിയായി നമ്മോട് കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ മറുപടിക്കായി കാത്തിരിക്കാം. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ കർത്താവ് നമുക്ക് മറുപടി തരുന്നു. പ്രിയ മക്കളെ, നമുക്ക് ഉറപ്പോടെ മുന്നേറാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.